ചായ. ചായ കുടി. രാമേട്ടന്റെ കഥ കേട്ടപ്പോ വിഷമം തോന്നിയല്ലേ? ചായ കുടിക്കേ. മുഖ്യമന്ത്രിയുടെ മോളല്ലേ? അതെ, മീര. ഞാൻ മാലതി. മീരയെ പറ്റി അപ്പു പറയാറുണ്ട്. ആളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. രാമനാഥൻ സാറിന്റെ ഭാര്യയുടെ അനിയത്തിയാ. അമ്മുവിന്റെ കൂടെ ഇവിടെ തന്നെയാണോ? അതെ, അമ്മമ്മോളെ പോലെ തന്നെയാ എനിക്ക് മറ്റു കുഞ്ഞുങ്ങളും. രാമേട്ടൻ നടത്തുന്ന സ്ഥാപനമായതുകൊണ്ട് എനിക്കിത് വീടായി. അനാഥയായിട്ട് വളർന്നതുകൊണ്ടാവാം അനാഥ കുട്ടികളെ എന്നും എനിക്ക് ജീവനായിരുന്നു. രാമേട്ടനും ഞങ്ങളെപ്പോലെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അനാഥരുടെ ഒരു കുടുംബമായിരുന്നു. ഈ അനാഥാലയങ്ങളെല്ലാം നിങ്ങൾ നടത്തുന്നതാണോ? അതെ, ഇതുപോലെ 10ഓളം അനാഥാലയങ്ങളിലായി 3000ഓളം കുട്ടികളുണ്ട്. അന്ധരും മൂകരും മാനസിക രോഗികളുമായിട്ടുള്ളവരാണ് അധികവും. ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ട് ഇതിന്റെ നടത്തിപ്പിനായി. പക്ഷേ ആരോടും ഞങ്ങൾ പൈസ പിരിക്കാറില്ല. എല്ലാം രാമേട്ടൻ തരുന്നതാ. ഇതെല്ലാം നോക്കി നടത്തുന്നത് ഞാൻ തന്നെ. കുറെ ജോലിക്കാരുണ്ട്, പിന്നെ അപ്പോ സഹായിക്കും. എനിക്ക് മാലതിയോട് ബഹുമാനം തോന്നുന്നു. ഈ കൊച്ചു പ്രായത്തിൽ ഇത്ര വലിയ ത്യാഗം ചെയ്യാന്ന് വെച്ചാ. ത്യാഗമോ? ഇതെന്റെ ആഗ്രഹമാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ലോകത്ത് രാമേട്ടനും അമ്മുവുമായി ഇതുപോലെ ജീവിച്ച് മരിച്ചാൽ മാത്രം മതി എനിക്ക്. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും.